അല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അനന്ത് വരില്ല. ശരി, എന്തെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ട് ഞാൻ നിർബന്ധിച്ച് വിളിക്കാം. ഒരുപാട് ആൾക്കാരെയൊന്നും കൂട്ടണ്ട. അനിയേട്ടന്റെ തന്നെ നിർബന്ധത്തിന് വഴങ്ങി രഹസ്യമായിട്ട് തുടങ്ങിയാ മതി. ഓഫീസിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഞാൻ. അതിൽ അപ്സെറ്റായിട്ട് വരുന്ന അനന്തുവിനെ കുടിക്കാൻ നിർബന്ധിക്കണം അനിയേട്ടൻ. സന്തോഷത്തിന് കുടിക്കുന്നത് പോലെയല്ല, സങ്കടങ്ങളിൽ കുടിക്കുന്നവൻ. വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന സങ്കടങ്ങളിൽ കുടിച്ച് കുടിച്ച് മരിക്കും. നമുക്കും അത് തന്നെയാ വേണ്ടത്. എവിടെയാ കർമ്മം ചെയ്യാൻ പോയിരിക്കുന്നറിയില്ല. ആരെങ്കിലും കണ്ട് തിരിച്ചറിഞ്ഞ കുഴപ്പമാവും. ആനന്ദ് സാർ കൂടെയുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടമ്മേ. സാറിന് ബാലേച്ചിയെ വലിയ ഇഷ്ടാ. ഇഷ്ടം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു ജീവിതം കൊടുക്കാൻ കഴിയില്ലല്ലോ. സാറിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. അനിയന്റെ ഭാര്യയായിരുന്നില്ലേ ബാലാമണി? ഒരു കുഞ്ഞും കൂടി ആയ സ്ഥിതിക്ക് ഇനി സാറിന്റെ കൂടെ ജീവിച്ച അത് പേരുദോഷാവും. പേരുദോഷം മനുഷ്യര് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ? ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ഈ പറച്ചിലുകാരുടെ ഒക്കെ നാവടയും. ബാല ഇനിയൊരു കല്യാണത്തിന് സമ്മതിക്കില്ലമ്മേ. അവളുടെ മനസ്സ് എനിക്കറിയാം. നിനക്കറിയില്ല ലച്ചു. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് ഏറ്റവും പേരുദോഷം ഉണ്ടാകുന്നത്. വെറുതെ അപവാദം പറയും നാട്ടുകാര്. ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്ന പെണ്ണിനോട് കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് കൂടെ കൂടാൻ ഒരുപാട് പേരുണ്ടാവും. വരുന്നവന്റെയൊക്കെ മുഖത്താട്ടിയാ പിറ്റേ ദിവസം മുതൽ തുടങ്ങും അപവാദം പറയാൻ. അതിനൊക്കെ ഒരു ഉദാഹരണം അമ്മ. ഈ ജീവിതം കൊണ്ട് അതൊക്കെ അനുഭവിച്ചതാ ഞാൻ. പേരിന് പറയാനെങ്കിലും ഒരു ഭർത്താവ് വേണം പെണ്ണിന്. അല്ലെങ്കിൽ നാട്ടുകാർക്ക് അതൊരു കാഴ്ചവസ്തുവാവും. അവളെ പറഞ്ഞ് മനസ്സിലാക്കണം നീ. നീയാവുമ്പോ അമ്മയെപ്പോലെ അല്ലല്ലോ, കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടാവും. ഈ സങ്കടമൊക്കെ ഒന്ന് ഒതുങ്ങി വരട്ടെ അമ്മേ, എന്നിട്ട് പറയാം. ഇപ്പോ അമ്മ മരിച്ച വിഷമത്തിലല്ലേ അവള്? വിഷമം മാറും. ബലികർമ്മം ചെയ്ത് കഴിയുമ്പോ ആത്മാവിന് ശാന്തി കിട്ടും. അപ്പോഴാ മരിച്ചവരെ നമ്മൾ മറക്കാൻ തുടങ്ങുന്നത്. ഈ ജീവിതം ഒരു യാത്രയാണ്. യാത്ര തുടങ്ങുന്നത് കരഞ്ഞുകൊണ്ടാണ്. പിന്നീട് അങ്ങോട്ട് ചിരിക്കും, ക്ഷോഭിക്കും, ഭയക്കും, കലഹിക്കും, സ്നേഹിക്കും, മോഹിക്കും. എല്ലാം യാത്രകൾക്കിടയിലെ കാഴ്ചകൾ മാത്രമാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ കുട്ടിക്ക്? അറിയാം, മരണം. അല്ല, പൂർണ്ണമായും ശരിയല്ലത്. ജീവിതയാത്രയിൽ ചിന്തിക്കാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഈ യാത്രയുടെ തുടക്കത്തിൽ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എങ്ങോട്ടുള്ള യാത്രയാണെന്നറിയാമോ? ഓരോ ദിവസവും മരണമെന്ന ലക്ഷ്യത്തിലേക്ക് ഓരോ ചുവട് വയ്ക്കുകയാണ് നമ്മൾ. സ്വസ്ഥശാന്തമായ ഒരു മരണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെയുള്ള മരണം, കിടന്ന് നരകിക്കാതെയുള്ള മരണം. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഉറ്റവരുടെ വേർപാട് കരയാനുള്ളതല്ല. ജനനത്തിൽ തുടങ്ങുന്ന യാത്ര മരണത്തിൽ അവസാനിക്കാനുള്ളതാണ്. അന്ത്യകർമ്മം ചെയ്ത് മരിച്ച ആത്മാവിന് നിത്യശാന്തി നൽകുക എന്നുള്ളത് മാത്രമാണ് ജീവിച്ചിരിക്കുന്നവരുടെ കടമ. ഇരുന്നോളൂ. കർമ്മങ്ങൾ തുടങ്ങാം.
പൂവ് സമർപ്പിച്ചോളൂ. മരിച്ചുപോയ പിതൃക്കളെയെല്ലാം മനസ്സിൽ സങ്കല്പിച്ച് പൂവ് സമർപ്പിക്കുക. എള്ള് സമർപ്പിക്കുക. ചന്ദനം സമർപ്പിക്കുക. ഇനി ഈ ഇലയിലിരിക്കുന്ന നേദ്യമെല്ലാം ചേർത്ത് പിണ്ടം ഉരുട്ടുക. നന്നായി ഉരുട്ടുക. വെച്ചോളൂ. ഇവിടെ വയ്ക്കുക. ഭദ്രനാമധേയസ്യ ഭദ്രനാമധേയസ്യ ഉത്രം നക്ഷത്രം ജാതസ്യ ഉത്രം നക്ഷത്രജാതസ്യ മാതൃപിണ്ഡം സമർപ്പയാമി മാതൃപിണ്ഡം സമർപ്പയാമി. ഇനി പവിത്രം ഊരി വയ്ക്കുക. മരിച്ച ആത്മാവിന് ഇഹത്തിൽ നിന്നും പരത്തിലേക്ക് മോക്ഷം ലഭിച്ച് വിഷ്ണുപാദത്തിലെത്തണമെന്ന് സങ്കല്പിക്കുക. എന്നിട്ടിനി ഇലയെടുത്ത് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ജലത്തിലിറങ്ങി പിണ്ടം പിറകോട്ട് സമർപ്പിച്ച് 3 പ്രാവശ്യം മുങ്ങി നിവരുക. ഉണ്ണിയമ്മേ, അല്ല, അച്ഛൻ. കർമ്മം കൊണ്ടല്ലെങ്കിലും ജന്മം കൊണ്ട്. ഇത്രകാലം മോൾ അറിയാതിരുന്ന, മോളുടെ അമ്മ പോലും മോളോട് പറയാതിരുന്ന മോളുടെ അച്ഛനാണ് ഞാൻ.
ജന്മം തന്ന അച്ഛൻ. എല്ലാറ്റിനും വൈകിപ്പോയ അച്ഛന്റെ തെറ്റുകൾ പൊറുക്കണം. പ്രായശ്ചിത്തം ചെയ്യാൻ എന്റെ മോൾ അച്ഛനെ അനുവദിക്കണം. പറഞ്ഞത് സത്യമാണോ? അതെ. നിന്നെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന നിന്റെ അച്ഛനാ. വേണ്ട, ഇയാളോട് പോവാൻ പറയൂ. എന്റെ കൺമുമ്പിൽ ഒരിക്കലും ഇയാളെ കാണരുതെന്ന് പറയൂ. ബാലമണിയുടെ റിയാക്ഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ എത്രയൊക്കെ മനസ്സ് ശോഭിച്ചാലും അച്ഛൻ തന്നെയാണ്. നീ ഇപ്പൊ കാണിക്കേണ്ടത് വിവരവും വിവേകവും. ക്ഷമിച്ച് സത്യത്തെ അംഗീകരിക്കണം. കണ്ണീര് ഒരു പ്രായശ്ചിത്തം ആവുമെങ്കിൽ മകളുടെ മുമ്പിൽ ചങ്ക് പൊട്ടി കരയാനും അച്ഛൻ തയ്യാറാ. എത്ര കരഞ്ഞാലും എനിക്ക് കാണണ്ട നിങ്ങളെ. ജന്മം കൊണ്ട് എനിക്കുണ്ടായ അപമാനം കർമ്മം കൊണ്ട് തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ മകളല്ല ഞാൻ. പിഴച്ചു പെറ്റ ഒരു പാവം സ്ത്രീ, നെഞ്ചോട് അടക്കി പിടിച്ചു വളർത്തിയ ഒരു പാവം സ്ത്രീയുടെ മകളാ ബാലാമണി. കൂട്ടുകാരും നാട്ടുകാരും അച്ഛനാരോന്ന് ചോദിച്ച് കളിയാക്കിയപ്പോ എവിടായിരുന്നു നിങ്ങള്? പെണ്ണായ കാലം മുതല് പിഴച്ചു പെറ്റവളുടെ മകളെ ആ കണ്ണുകൊണ്ട് നാട്ടുകാർ നോക്കിയപ്പോ എവിടായിരുന്നു ഈ അച്ഛൻ? മകളുടെ മാനം കാക്കാൻ വെട്ടുകത്തിയുമായി ഉറങ്ങാതെ കാവല് കിടന്ന എന്റെ അമ്മയ്ക്ക് കിട്ടാത്ത സ്നേഹം എനിക്കും വേണ്ട. പട്ടിണി കിടന്ന് പുഴുവരിച്ചു മരിച്ച് ഒരു പാവ സ്ത്രീയുടെ മകളാ ബാലമണി. വിളിക്കരുത് അങ്ങനെ. എനിക്ക് വെറുപ്പാ നിങ്ങളോട്. എന്റെ അമ്മയ്ക്ക് ബലിയിടാൻ വന്നതാ ഞാൻ. ആത്മാവെങ്കിലും കരയാതിരിക്കാൻ ഈ ഒരു മനസ്സ് പോലും നിങ്ങൾ മരിച്ച എനിക്കുണ്ടാവില്ല.
ഒരു ബാഗ്. എന്നാ പിന്നെ ഈ ബാഗിൽ എന്താ നിറഞ്ഞിട്ട് തന്നെ. ഞാൻ എവിടെ വിളിക്കും? അരവിന്ദ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്താ അമ്മേ? 2 ദിവസമായില്ലേ നീ പോയിട്ട്? ഒരു വിവരവും ഇല്ല. ഞാൻ മൈഥിലിയെ വിളിച്ചിരുന്നു. ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അറിഞ്ഞു. അതല്ലേ കാത്തിരുന്നത്. ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചപ്പോ നിന്റെ കെട്ടിലമ്മ പറഞ്ഞു. അല്ലാതെ ഇങ്ങോട്ട് വന്ന് പറയില്ലല്ലോ. ഇനി മുതല് ഞാൻ അമ്മയെ നേരിട്ട് വിളിച്ച് പറയാം. ആ, എന്നിട്ട് വേണം അവൾ എന്നെ പ്രാകാൻ. അവളോട് തന്നെ പറഞ്ഞാ മതി. ഈ വീട്ടിൽ വരാതെയുള്ള ജോലി അങ്ങ് കളഞ്ഞാലെന്താ? അമ്മേ, ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ? ഓ പിന്നെ, ഏതോ തല്ലിപ്പൊളി പത്രം, അതിൽ ജോലി എടുത്തിട്ട് വേണ്ടേ ഇവിടെ കഴിയാൻ? പറമ്പൊക്കെ കാട് കയറി നശിക്കുന്നു. അതൊക്കെ ആര് നോക്കാനാ? പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല. മൈഥിലി, മൈഥിലി, ഈ പെണ്ണിത് എവിടെ പോയി? മൈഥിലി, മൈഥിലി. എന്താടാ, എന്താ നീ വിളിച്ചു കൂവുന്നേ? അല്ലമ്മേ, മൈഥിലിയെ കണ്ടില്ല. എവിടെ പോയി അവള്? എവിടെ പോവാൻ? ഏതെങ്കിലും വാതിലിന്റെ മറവിൽ കാണും. ഒളിച്ചു നിന്നാലല്ലേ ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്ന് കേൾക്കാൻ പറ്റൂ. എന്താ, എന്തു പറ്റി? അമ്മേ, അവിടെ കട്ടിനടിയിൽ ആരോ ഉണ്ട്. അയ്യോ, ആരാ? ആരാ അത്? പുറത്തു വരാൻ. അയ്യോ, അടിക്കില്ല വൈദ്യ. അയ്യോ, എന്റെ അമ്മേ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, എന്താ, എന്തു പറ്റി? എന്താ കട്ടിലിനടിയിൽ കിടക്കായിരുന്നു.
കള്ളനാന്ന് കരുതി അറിയാതെ അടിച്ചുപോയി ഞാൻ. അറിഞ്ഞോണ്ടാ എനിക്കറിയാം. അയ്യോ ചോര. നീ കട്ടിലിനടിയിൽ കയറി എന്തിനാ മൈഥിലി? അവൾക്ക് അങ്ങനെയൊന്നുമില്ല. എവിടെയെങ്കിലും ഒളിച്ചിരുന്നാ മതി. കള്ളത്തരല്ലേ കയ്യിലുള്ളൂ. കഷ്ടം. എടുത്ത് എന്തിനാ എന്റെ കട്ടിലിനടിയിൽ കയറിയത്? എന്തെങ്കിലും കട്ടെടുക്കാനാ? നിന്റെ എന്തെങ്കിലും സാധനങ്ങൾ കട്ടെടുത്തിട്ട് വേണ്ട എനിക്ക്. ഞാൻ വേറൊരു കാര്യത്തിന് അരവിന്ദേട്ട. വേറെന്ത് കാര്യത്തിന്? എന്റെ ഒരു ടവല് ഞാൻ ഇവിടെ വെച്ച് മറന്നു. കുന്തം പോയ കൊടുത്തലും തപ്പണോന്നാണല്ലോ. നിന്റെ കൊണ്ട് മടുത്ത് മൈഥിലി. എന്നെ നാണം കെടുത്താൻ വേണ്ടി മാത്രം ജനിച്ചാ നീ. നീ മുറിയിലേക്ക് വാ, മരുന്ന് വെച്ചരാ. മരുന്ന് വേണ്ട. തള്ളി. അയ്യോ അയ്യോ. എന്തിനാ നീ എന്റെ മുറി വന്നത്? നീ കൊണ്ടുവന്ന പെട്ടിൽ എന്താന്ന് അറിയണോ എനിക്ക്? അതില് ബോംബ്. നിന്റെ അവസാനം വെക്കാനുള്ള ബോംബ്. നീ എന്നെ അറിഞ്ഞോണ്ട് തല്ലിയതല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഒന്ന് ഇറങ്ങിപ്പോടി കള്ളി. ഞാൻ ഇവിടെ താമസിക്കാനൊന്നും വന്നല്ല. പെട്ടി ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്.